നമസ്കാരം. എല്ലാവർക്കും ആൽഫയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിലെ ആദ്യത്തെ പാഠഭാഗമായ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് എന്ന പാഠഭാഗം പരിചയപ്പെടാം. ദ്രവ ബലങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. എന്താണ് ബലം എന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ചാപ്റ്റർ തന്നെ ബലത്തെ കുറിച്ചായിരുന്നു. അതും നിങ്ങൾ കഴിഞ്ഞ വർഷം ഓൺലൈൻ ആയിട്ട് തന്നെ പഠിച്ചതാണ്. അതുപോലെ ഒരു പാഠഭാഗമാണ് നമുക്കിപ്പോൾ ഉള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ബലം അനുഭവപ്പെടുന്നത്, ഇവിടെ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഫ്ലൂയിഡ്സിലാണ്, ദ്രവങ്ങളിലാണ്. അപ്പോൾ എന്താണ് ദ്രവമെന്നും അതിൽ അനുഭവപ്പെടുന്ന ബലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ബോട്ട് അല്ലെങ്കിൽ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഈ കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഇരുമ്പ് വെച്ചൊക്കെയാണ് അല്ലെ? എന്നാൽ ഇതേ ഇരുമ്പ് ഞാനെടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ ആ ഇരുമ്പ് താന്നു പോകുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഭാരമുള്ള ഒരു കപ്പൽ പൊങ്ങിക്കിടക്കുകയും അതേ ഭാരമുള്ള ഇരുമ്പ് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ താന്നു പോവുകയും ചെയ്യുന്നത്? വളരെ രസകരമായ ഒരു കാര്യമാണ് അല്ലേ? ഇത്തരത്തിലുള്ള ബലങ്ങളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ദ്രാവകങ്ങൾ അനുഭവപ്പെടുന്ന ബലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലെ ശാസ്ത്രശാഖയാണ് ദ്രവ ബലതന്ത്രം അഥവാ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് വിളിക്കാം നമുക്കതിനെ. ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് അഥവാ ദ്രവ ബലതന്ത്രം എന്ന് പറയുന്ന ഒരു സെക്ഷന്റെ കീഴിലാണ് ഫിസിക്സിൽ നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് അഥവാ ദ്രവ ബലങ്ങൾ അല്ലെ? ദ്രവ ബലങ്ങൾ. ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ബലമെന്നും ദ്രവമെന്നും രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ? ദ്രവം, ബലം. എന്താണ് ദ്രവം, എന്താണ് ബലം? ബലത്തെ കുറിച്ച് നിങ്ങൾ ആധികാരികമായി 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ബലം അല്ലെ? നമ്മൾ ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്ത് പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്ട് ഈസ് കാൾഡ് ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചു. ഈ ഫോഴ്സിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. പണ്ട് ആപ്പിള് തലയിൽ വീണ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പുള്ളിയുടെ തലയിൽ ആപ്പിളിന് പകരം വല്ല ചക്ക എങ്ങനെ വീണിരുന്നെങ്കിൽ എന്നല്ലേ? കാരണം ഇത്രയും പഠിക്കണ്ടായിരുന്നല്ലോ. എങ്കിൽ കൂടി ആപ്പിൾ തലയിൽ വീണത് കൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തുകയും എന്തുകൊണ്ടാണ് വസ്തുക്കൾ ഭൂമിയിലേക്ക് വന്ന് വീഴുന്നത് എന്നുള്ള കാര്യമൊക്കെ കണ്ടെത്തിയത്. അപ്പോ അതാണ് ബലം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബഹുമാനാർത്ഥം നമ്മൾ ബലത്തിന്റെ യൂണിറ്റ് ആയി എപ്പോഴും പറയുന്നത് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ആയി നമ്മൾ എപ്പോഴും പറയുന്നത് ന്യൂട്ടൺ ആണ്. ഓക്കെ, അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ട് വിളിക്കും. ന്യൂട്ടൺ. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓർത്തിരിക്കുക, ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തള്ളുകയും വലിക്കുകയും. ഈ തള്ളുകയും വലിക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബലം അനുഭവപ്പെടുന്ന വസ്തുക്കൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ആകൃതി മാറും, രൂപം മാറും, അതിന്റെ വ്യാപ്തം മാറും, ഷേപ്പ്, സൈസ്, വോളിയം എന്നിവ ചേഞ്ച് ചെയ്യും. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മോഷനിലേക്ക് പോകും, മോഷനിലിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റിലേക്ക് വരും. അതേ കണക്ക് തന്നെ മോഷനിലുള്ള ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് എന്തുപയോഗിക്കാം? ഈ പറയുന്ന ബലം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം നിർത്തണമെങ്കിൽ അതിൽ ബ്രേക്ക് ചവിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ? ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബ്രേക്കിലേക്ക് ഒരു ബലം കൊടുക്കുന്നു. ഈ ബലം വലിയൊരു ബലമായി ടയറിലേക്ക് വരുന്നു. അങ്ങനെയാണ് ആ ഫോഴ്സ് കൊണ്ടാണ് ഈ പറയുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു വാഹനം നിൽക്കുന്നത്. അതിന് സൈക്കിൾ ആണെങ്കിലും ശരി, ബസ് ആണെങ്കിലും ശരി, ലോറി ആണെങ്കിലും ശരി, ട്രെയിൻ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ചലിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ബലം കൊടുക്കേണ്ടതായുണ്ട്. അതുപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ, ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഫുട്ബോള്, നിങ്ങൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ വെച്ചിട്ട് കാല് മടക്കി അടിക്കുന്ന സമയത്ത് ഫുട്ബോൾ തെറിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഇത് തെറിക്കുന്നത്? ആ ഫുട്ബോളിലേക്ക് നമ്മളൊരു ബലം കൊടുത്തത് കൊണ്ടാണ്, ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ്. ഡ്യൂ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ദ ബാൾ മൂവ്സ്. ആ ബാൾ എന്ത് ചെയ്തു? മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ബാൾ ചലിച്ചു എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പോ ബലം കൊടുക്കുമ്പോൾ വസ്തുക്കൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല. നമുക്ക് സംസാരിക്കേണ്ടത് ദ്രവത്തിൽ അനുഭവപ്പെടുന്ന ബലത്തെ കുറിച്ചാണ്, അഥവാ ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന ബലത്തെ കുറിച്ചാണ്.
എന്താണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചിട്ടുണ്ടല്ലേ? കെമിസ്ട്രിയിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? പദാർത്ഥത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പദാർത്ഥത്തിന്റെ അവസ്ഥകൾ. പദാർത്ഥം ഏതൊക്കെ അവസ്ഥയിൽ കാണപ്പെടും? ഏതൊക്കെ അവസ്ഥയിൽ കാണപ്പെടും? 7 അവസ്ഥയിൽ കാണപ്പെടും എന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാ അവസ്ഥയും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ആദ്യത്തെ 3 അവസ്ഥയെങ്കിലും അറിഞ്ഞിരിക്കുക. ഏതാണ്? ഖരം, ദ്രാവകം, വാതകം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോ സോളിഡും ലിക്വിഡും ഗ്യാസും ഞാനെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒഴുകാൻ കഴിയുന്ന, ഫ്ലോ ചെയ്യാൻ കഴിയുന്ന 2 ആളുകളാണുള്ളത്. ആരൊക്കെയാണത്? ഒന്ന് ലിക്വിഡ്. ലിക്വിഡ് ക്യാൻ ഫ്ലോ, അല്ലെങ്കിൽ ദ്രാവകങ്ങൾക്ക് ചലിക്കാൻ കഴിയും, ഒഴുകാൻ കഴിയും. ആൻഡ് ഗ്യാസസ് ക്യാൻ ഓൾസോ ഫ്ലോ. ഗ്യാസിനും അഥവാ വാതകങ്ങൾക്കും എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഒഴുകാനുള്ള കഴിവുണ്ട്. ശരിയല്ലേ? ആണ്. അപ്പോ ലിക്വിഡ് ഒഴുകുന്ന കാര്യം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. വെള്ളം, നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളമെല്ലാം ഒഴുകി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കുളിക്കുന്നവർക്കാണെങ്കിൽ കാണാൻ പറ്റും, അല്ലേ? എന്നാൽ ഗ്യാസ് ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? ഗ്യാസ് ഒഴുകുന്നത് കാണാൻ നിങ്ങൾ അടുക്കളയിലേക്ക് അവിടെ പുക ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ വീട്ടില് അമ്മ മീൻ പൊരിക്കുന്ന സമയത്ത് റൂമിലിരിക്കുന്ന നിങ്ങൾ വളരെ മനോഹരമായിട്ട് അതിന്റെ ഗന്ധം വലിച്ച് മൂക്കിലേക്ക് കയറ്റുന്നത് ആ അടുക്കളയിൽ ഇരിക്കുന്ന പൊരിച്ച മീനിന്റെ ഗന്ധം വായുവിലൂടെ ഒഴുകി നമ്മുടെ മൂക്കിലേക്ക് വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ ഒഴുകുന്ന 2 അവസ്ഥകളാണുള്ളത്. ഏതൊക്കെയാണ്? ലിക്വിഡും ഗ്യാസും. ഇങ്ങനെ ഒഴുകുന്ന ആൾക്കാരെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലൂയിഡ്. അപ്പോ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ കോമൺലി കാൾഡ് ഫ്ലൂയിഡ്. പക്ഷെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാതകങ്ങളെയും ദ്രാവകങ്ങളെയും പൊതുവിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ദ്രാവകത്തിലും വാതകത്തിലും അനുഭവപ്പെടുന്ന, ലിക്വിഡ്സിലും ഗ്യാസസിലും അനുഭവപ്പെടുന്ന ഫോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ്, വളരെ രസകരമായ ചാപ്റ്ററാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. ശരി, നമുക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന, നമുക്കെല്ലാം പൊതുവായിട്ട് അറിയാവുന്ന ഒരു ലിക്വിഡ് ഉണ്ട്, അല്ലെ? കുളിക്കാൻ നനയ്ക്കാൻ ചെയ്യുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ലിക്വിഡാണ്. ഏതാണ് ലിക്വിഡ്? യെസ്, നമുക്കറിയാവുന്ന പോലെ അത് വാട്ടർ ആണ്. വാട്ടർ അഥവാ ജലം. നമ്മൾ ഈ പാഠത്തിൽ കൂടുതൽ കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ എടുക്കുന്ന ലിക്വിഡും ജലമാണ്. കാര്യം കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം അതാണ്. അതുകൊണ്ടാണ് നമുക്ക് പൊതുവായിട്ട് കിട്ടുന്ന ഒരു സാധനം, നമുക്ക് റെഗുലർ ആയിട്ട് യൂഷ്വൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ജലത്തെ കുറിച്ച് ഈ ചാപ്റ്ററിൽ കൂടുതലായി സംസാരിക്കുന്നത്. ഓക്കെ, ഗ്യാസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഗ്യാസിനെ കുറിച്ചും പറയും. കാര്യം ഈ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡിനകത്ത് നിങ്ങൾ ലിക്വിഡിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ, ജലത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട്, അവിടെ സ്വാഭാവികമായിട്ട് ആർക്കും അത് ബാധകമാണ്. ഈ പറയുന്ന ഗ്യാസിനും അത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ലിക്വിഡിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഗ്യാസിന്റെ കാര്യത്തിൽ സംഭവിക്കില്ല എന്ന് നിങ്ങൾ കരുതരുത്. ബിക്കോസ് ബോത്ത് ആർ കോമൺ ഫിനോമിനാസ്. ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് a liquid, or if you are talking about water, then it is automatically applied to those things. Which are those gases? Which means we are studying a common phenomena. We are trying to studying a common phenomena. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്, അല്ലെ? അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലിക്വിഡ് എടുക്കാം. ലിക്വിഡ് ഏതാണ്? നമ്മുടെ വാട്ടർ. ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു. ആ കണ്ടെയ്നറിനകത്ത് ഒരു വസ്തു ഇട്ട് വെക്കുകയാണ്. ഇതായിരിക്കുന്ന വസ്തു, അതിനകത്ത് വെള്ളമുണ്ട്. വെള്ളത്തിനകത്ത് ഞാനൊരു വസ്തു ഇട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെ? ഇങ്ങനെ ഞാനൊരു കണ്ടെയ്നർ എടുത്ത് ഒരു വസ്തു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും അനുഭവപ്പെടുന്ന ഒരു ബലം, അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഈ വസ്തുവിൽ അനുഭവപ്പെടും. ഏതാണ്? ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും കോമൺ ആയിട്ട് അനുഭവപ്പെടുന്ന which force is experienced commonly to all the objects in this earth, that is gravitation. ഗുരുത്വാകർഷണം എന്ന് മലയാളത്തിൽ പറയുന്ന സാധനമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും അനുഭവപ്പെടുന്നത്. ശരിയല്ലേ? ആണ്. ഗുരുത്വാകർഷണം നമ്മളിലും നിങ്ങളിലും, ഈ പറയുന്ന ബോർഡിലും, ഈ പറയുന്ന പേനയിലും, ഈ പറയുന്ന ആപ്പിളിലും. പണ്ട് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണത് ആ ആപ്പിളിനെ ഭൂമി താഴേക്ക് പിടിച്ച് വലിച്ചത് കൊണ്ടാണ് എന്ന് ന്യൂട്ടൻ കണ്ടെത്തി. അപ്പോൾ എല്ലാ വസ്തുക്കളിലും കോമൺ ആയി അനുഭവപ്പെടുന്ന ഒരു ബലമാണ് ഏത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷൻ അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ്? ഈ ഭൂഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നത് ഏത് ദിശയിലാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസിങ്?
ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. അത് താഴേക്കാണ് അനുഭവപ്പെടുന്നത് അല്ലേ? ഇപ്പൊ നമ്മളിവിടെ ഒരു കുഞ്ഞു ഭൂമി എടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞു ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു ആപ്പിൾ വന്ന് വീഴുന്നത്, ആപ്പിൾ താഴേക്കാണ് വീഴുന്നത്. ഇതിന്റെ മധ്യഭാഗത്തേക്ക് ആകർഷിക്കുന്നതാണ് പറഞ്ഞല്ലേ? അങ്ങനെയാണെങ്കിൽ ബലം അനുഭവപ്പെടുന്നത് താഴേക്കാണ്. എങ്ങോട്ടാണോ ബലം അനുഭവപ്പെടുന്നത് അങ്ങോട്ടാണ് വസ്തുക്കൾ ചലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴേക്കാണ് ബലം അനുഭവപ്പെടുന്നത്, എല്ലാ വസ്തുക്കളിലും താഴേക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡൗൺവേർഡ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. താഴേക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഇതിൽ ആദ്യം അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഫോഴ്സ് ഇൻ ഫ്ലൂയിഡ് ആണ് പഠിക്കുന്നത്. ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അതിൽ ആദ്യത്തെ ഫോഴ്സ് ഏതാണ്? ഒരു ലിക്വിഡിനകത്തിരിക്കുന്ന വസ്തുവിൽ ആദ്യം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. എ ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ്. എന്താണ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ? താഴേക്ക് അനുഭവപ്പെടുന്ന ബലം. താഴേക്ക് അനുഭവപ്പെടുന്ന ബലം അല്ലെ? താഴേക്ക് അനുഭവപ്പെടുന്ന ബലം ഡ്യൂ ടു ആര്? ഡ്യൂ ടു ആര്? ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ. ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണത്തിന്റെ ബലമായി അനുഭവപ്പെടുന്ന ഒരു ബലം, താഴേക്ക് അനുഭവപ്പെടുന്ന ബലം അല്ലെ? അതുമൂലം വസ്തുവിന് എന്താ കിട്ടുന്നത്? നിങ്ങൾ ആലോചിക്കുകയാണ്, എടാ എന്റെ ശരീരത്തിൽ ഗ്രാവിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് വെക്കുക. നിങ്ങൾ ക്യാൻ യു ഇമാജിൻ ദാറ്റ് ദർ ഇസ് നോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഓൺ എ ബോഡി ലൈക്ക് മീ. എന്നെ പോലൊരു വസ്തുവിൽ എന്ത് അനുഭവപ്പെടുന്നില്ല എന്ന് കരുതുക, ഗ്രാവിറ്റേഷൻ അനുഭവപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്യുക. വാട്ട് ഹാപ്പൻസ്? വാട്ട് വിൽ ഹാപ്പൻ? എന്തായിരിക്കും അനുഭവപ്പെടുക? എന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക? യെസ്, ഇപ്പൊ ചന്ദ്രനിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറന്നു നടക്കുന്നത്. ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത് അല്ലെ? നമ്മൾ പറന്നു നടക്കൂലേ? ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ ആള് അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ അയാൾ പറന്നായിരിക്കും പോകുന്നത്. കാർട്ടൂണിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിന് കാരണം അവിടെ ഗ്രാവിറ്റേഷൻ ഇല്ല, അവിടെ ഗുരുത്വാകർഷണം ഇല്ല. അതുകൊണ്ട് തന്നെ ആ വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടും, ഭാരമില്ലായ്മ അനുഭവപ്പെടും. അതിന്റെ അർത്ഥം ഗ്രാവിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്താൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ ഒരു വെയിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ബോഡിക്ക് വെയിറ്റ് അനുഭവപ്പെടും, അഥവാ ഭാരം അനുഭവപ്പെടും. എന്താണ് മക്കളെ അനുഭവപ്പെടുന്നത്? ഭാരം അനുഭവപ്പെടും. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ, റൈറ്റ്? വളരെ എളുപ്പമാണ്. അപ്പോൾ ഒന്നാമത് അനുഭവപ്പെടുന്നത് താഴേക്ക് അനുഭവപ്പെടുന്ന ഡൗൺവേർഡ് ഫോഴ്സ്. അത് എല്ലാ വസ്തുക്കളും അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ലിക്വിഡിനകത്ത് ഇരിക്കുന്ന ഒരു വസ്തുവിലും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ രണ്ടാമത് ഇതിനകത്ത് മറ്റൊരു ഫോഴ്സ് കൂടെ അനുഭവപ്പെടുന്നുണ്ട്. വളരെ സൈലന്റ് ആയി, വളരെ എന്താണ് വാനിഷിംഗ് ആയിട്ട്, അദൃശ്യമായിട്ട് ഇതിനകത്ത് അനുഭവപ്പെടുന്ന മറ്റൊരു ബലം കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടുള്ളവരാണ്. കിണറ്റിൽ നിന്ന് നമ്മൾ തൊട്ടി ഇറക്കി വെള്ളം കോരിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ ഈ കൂട്ടത്തിലുള്ള ഒരു വിധമുള്ള എല്ലാവരും. അല്ലാത്തവരാരും കിണറ്റിൽ പോയി അക്ബർ സാറ് പറഞ്ഞു എന്ത് കിണറ്റിൽ പോയി വെള്ളം കോരി നോക്കണം എങ്കിലേ ഫിസിക്സ് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആരും ഒറ്റയ്ക്കൊന്ന് പോയി തൊട്ടി കയറെടുത്ത് കിണറ്റിൽ ഇട്ടിട്ട് അവസാനം വീട്ടുകാർക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും മുതിർന്നവരുടെ സഹായത്തോടുകൂടി ചെയ്യുക. ഓക്കെ, അപ്പോ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പോട്ടെ, അപ്പോ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. വെള്ളത്തിന് അടിയിൽ വെച്ച് നമുക്ക് ഈ ബക്കറ്റിനും വെള്ളത്തിനും ഭാരമില്ലായ്മ അനുഭവപ്പെടും, ഭാരക്കുറവ് അനുഭവപ്പെടും. എപ്പോഴാണോ ഇവൻ ഈ പറയുന്ന ദ്രാവകത്തിൽ നിന്ന് മുകളിലേക്ക് കയറുന്നത്, ഇവൻ മുകളിലേക്ക് കയറുന്നത്, ജസ്റ്റ് മുകളിലേക്ക് കയറുന്നത്, ആ സമയം മുതൽ നമുക്ക് ഈ പറയുന്ന വെള്ളത്തിൽ അതിശക്തമായ ഒരു ഭാരം അനുഭവപ്പെടും. ശരിയല്ലേ? വെള്ളത്തിനടിയിൽ വെച്ച് അനുഭവപ്പെടാത്തൊരു ഭാരം മുകളിൽ കയറുമ്പോൾ അനുഭവപ്പെടും. ആ ഭാരം യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ബലമാണ്. താഴേക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ശക്തി കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെട്ടത്? നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് ഭാരക്കുറവ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഞാൻ അതുകൊണ്ട് എഴുതിയിട്ടേക്കാം. വെയിറ്റ് ലോസ് ഉണ്ടായത് എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് അഥവാ ഭാരക്കുറവ് അനുഭവപ്പെട്ടത്? എടാ മക്കളെ, നമ്മൾ ഒരു ഡെസ്ക് എടുത്ത് പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ഡെസ്ക് എടുക്കാൻ ശ്രമിക്കുന്നതും എന്നെ ഒരാൾ സഹായിക്കാൻ വരുന്നതിനുള്ള വ്യത്യാസം എന്താ? ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഭാരം അനുഭവപ്പെടും. എന്നാൽ ഒരാളെയും കൂടി ഞാൻ സഹായത്തിനായിട്ട് വിളിക്കുകയാണെങ്കിൽ അവിടെ ആ പറയുന്ന ഡെസ്കിന് ഒരു ഭാരക്കുറവ് അനുഭവപ്പെടും. ശരിയല്ലേ? അത് നമ്മളെ ഒരാൾ സഹായിക്കാൻ വന്നതുകൊണ്ടാണ്. അതായത് നമ്മളൊരു ബലം മുകളിലേക്ക് കൊടുത്ത് ഡെസ്കിനെ ഉയർത്താനായി ശ്രമിച്ചപ്പോൾ നമ്മളോടൊപ്പം തന്നെ മുകളിലേക്ക് മറ്റൊരാളും കൂടി ബലം കൊടുത്തു.
അതുകൊണ്ടാണ് അവിടെ ഒരു ഭാരക്കുറവ് അനുഭവപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലിക്വിഡിനകത്ത് ഈ പറയുന്ന വസ്തുവിന് ഒരു ഭാരക്കുറവ് അഥവാ വെയിറ്റ് ലോസ് അനുഭവപ്പെടണമെങ്കിൽ ഇതിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ആരോ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? ഫോഴ്സ് കൊടുത്തത് ആരാ? ചാത്തനാണോ? അവിടെ ആരും ഇല്ലല്ലോ, നമ്മൾ കാണാൻ പറ്റുന്നു, നമ്മൾ നോക്കിയപ്പോൾ ആരുമില്ല. ചാത്തനാണോ? മറുതയാണോ? പ്രേതമാണോ? ഭൂതമാണോ? ആരാ അവിടെ ഫോഴ്സ് കൊടുത്തത്? അവിടെ ഫോഴ്സ് കൊടുത്തത് ഇവിടെയുള്ള ലിക്വിഡ് തന്നെയാണ്. ഏതാ നമ്മുടെ ലിക്വിഡ്? വാട്ടർ തന്നെയാണ്. അപ്പോ ലിക്വിഡ് ആണ് ഇതിനെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തത്. ഇങ്ങനെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, വിച്ച് മീൻസ് ദ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്. മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടുന്നു, അപ്വേർഡ് ഫോഴ്സ്, മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലം. അപ്പൊ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലം നൽകിയത് ആരാണ്? ഈ പറയുന്ന ലിക്വിഡ് ആണ്. ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ്, അത് നല്ല മനോഹരമായ ഒരു പേരാണ്, പിള്ളേർക്ക് കേടാൻ പറ്റിയ നല്ല പേരാണ്, പറഞ്ഞുതരാം. ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് ബോയൻസി. BUOYANCY, ബോയൻസി. പച്ച മലയാളത്തിൽ നമുക്ക് അവനെ പ്ലവ ക്ഷമ ബലം എന്ന് വിളിക്കാം. അടിപൊളി പേരാണ്, സൂക്ഷ്യം കണ്ടൊക്കെ പണം പല്ലൊക്കെ തെറിച്ചു പോകും. പ്ലവ ക്ഷമ ബലം, പ്ലവക്ഷമ ബലം. അപ്പോ ഈ പറയുന്ന ലിക്വിഡ് ഈ പറയുന്ന വസ്തുവിലേക്ക് മുകളിലേക്ക് കൊടുത്ത ഫോഴ്സ് ഏതാണ്? ഈ പറയുന്ന ദ്രാവകം ഈ വസ്തുവിലേക്ക് മുകളിലേക്ക് കൊടുത്ത ബലത്തെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം, അഥവാ ദാറ്റ് ഈസ് കാൾഡ് ബോയൻസി. അപ്പോൾ എന്താണ് ബോയൻസി? ദ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ്. അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ്, ദ്രാവകം കൊടുത്ത മുകളിലേക്ക് കൊടുത്ത ഫോഴ്സ്, അതാണ് എന്ത്? ബോയൻസി എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം. ബോയൻസി അഥവാ പ്ലവ ക്ഷമ ബലം. ക്വൈറ്റ് സിമ്പിൾ, റൈറ്റ്? വളരെ എളുപ്പമാണ്. അപ്പോ ദ്രാവകത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ രണ്ട് തരം ബലങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് താഴേക്ക് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷനും മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബോയൻസിയും. ഈ പറയുന്ന ഗ്രാവിറ്റേഷൻ മൂലം വസ്തുവിന് വെയിറ്റ് കിട്ടുമ്പോൾ ഈ പറയുന്ന ബോയൻസി മൂലം അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം മൂലം വസ്തുവിന് ഒരു ഭാരക്കുറവാണ് അനുഭവപ്പെടുന്നത്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാരക്കുറവ് അനുഭവപ്പെടുന്നു, ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു. ഓക്കെ, ക്വൈറ്റ് സിമ്പിൾ. അപ്പൊ നമുക്ക് ഈ പറയുന്ന ബോയൻസിക്ക് വളരെ മനോഹരമായ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഈ പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി അനുഭവപ്പെടണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? ഈ വസ്തു ഒരു ലിക്വിഡിനകത്ത് മുങ്ങിയിരിക്കണം. ഈ വസ്തു ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി, പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കണം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? when a body is fully or partially immersed in a liquid. when a body is fully or partially immersed in a liquid, ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിലേക്ക് ദ്രവം മുകളിലേക്ക് ഒരു ബലം കൊടുക്കുന്നു. ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് എന്ത് കൊടുക്കുന്നു? ഒരു ബലം കൊടുക്കുന്നു. ആ ബലത്തെ വിളിക്കുന്ന പേരാണ് ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം. When a body is fully or partially immersed in a liquid, there is an upward force acting on the body. There is an upward force acting on the body. That force is called buoyancy. Simply it's called buoyancy. ബോയൻസി എന്നല്ലാതെ മറ്റൊരു പേര് ഭാരക്കുറവ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ്. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ലിക്വിഡിനകത്ത് ഉണ്ടായ ഒരു ഭാരക്കുറവാണ്. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, എന്താണ് ബോയൻസി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് ഈ ബോയൻസി എങ്ങനെ കണക്കാക്കാം? കാര്യം നമ്മൾ പഠിക്കുന്നത് ഫിസിക്സ് ആണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ കുറിച്ച് മാത്രമേ, അല്ലെങ്കിൽ അളക്കാൻ കഴിയുന്നവയെ കുറിച്ച് മാത്രമേ ഫിസിക്സിൽ പഠിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം? അളക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ അളക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഭാരക്കുറവ് അളക്കാൻ പോവുകയാണ്. എങ്ങനെ നമുക്ക് ഭാരക്കുറവ് അളക്കാനായിട്ട് സാധിക്കും? ഭാരത്തിൽ കുറവുണ്ടാകും. എവിടെയുള്ള ഭാരത്തിലാ കുറവുണ്ടാവുന്നേ? വെള്ളത്തിനകത്തുള്ള ഭാരത്തിൽ കുറവുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാരക്കുറവ് കണക്കാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നിങ്ങൾ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ വസ്തുവിനെ ആദ്യം എയറിൽ വെച്ച്, വായുവിൽ വെച്ച്, അല്ലെങ്കിൽ പുറത്ത് വെച്ച്, ഈ വെള്ളത്തിന് പുറത്ത് വെച്ച് തൂക്കുക. തൂക്കം നോക്കുക, വെയിറ്റ് എടുക്കുക. വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ ലിക്വിഡ്, വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ, അല്ലെങ്കിൽ വസ്തുവിന് പുറത്തുള്ള ഭാരം. അതിനുശേഷം ഞാൻ ഇതിനെ ഈ വെള്ളത്തിനകത്തോട്ട് ഇറക്കി അതിന്റെ ഭാരം അളക്കുക. എങ്ങനെ നമ്മൾ ഭാരം അളക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ്.
ഈ സ്പ്രിംഗ് റാസിനെ കുറിച്ച് നമുക്ക് 4ാമത്തെ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആധികാരികമായിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട. നമ്മൾ ആധികാരികമായ ഒരു കാര്യങ്ങളും ഈ സ്പ്രിംഗ് റാസിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. കാരണം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. നമ്മൾ എന്തിനാണ് അവിടെ പഠിക്കാനുള്ളത്, ഇവിടെ പഠിച്ച സമയം കളയുന്നത്? നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ സ്പ്രിംഗ് റാസ് ഉപയോഗിച്ച് വെള്ളത്തിന് പുറത്ത് വെച്ച് ഭാരം കണക്കാക്കുക, വെള്ളത്തിനകത്ത് വെച്ച് ഭാരം കണക്കാക്കുക. വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ, വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡ്. എങ്ങനെ നമുക്ക് കുറവ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇത് രണ്ടും കുറച്ചാ പോരടാ. അതിൽ കുറവ് എന്ന് പറയുന്നത് കുറച്ചാ പോരെ, സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഭാരക്കുറവ് കണ്ടുപിടിക്കാൻ, വെയിറ്റ് ലോസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഓഫ് എ ബോഡി in air minus weight of a body in liquid. അഥവാ ഭാരക്കുറവ് എന്ന് പറയുന്നത് വസ്തുവിന്റെ വായുവിലെ ഭാരം, വസ്തുവിന്റെ വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം. വസ്തുവിന്റെ വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം എടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ബോയൻസി കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ലിക്വിഡിനകത്തിരിക്കുന്ന ഒരു ബോഡിയിൽ ഏതൊക്കെ ഫോഴ്സ് അനുഭവപ്പെടും? 2 ഫോഴ്സ്. അതിൽ 2ാമത്തെ ഫോഴ്സ് എന്താണ്? ബോയൻസി, പ്ലവക്ഷമ ബലം. ആ പ്ലവക്ഷമ ബലം മൂലം വസ്തുവിന് എന്ത് കിട്ടും? അതിന് ഭാരക്കുറവ് അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഭാരക്കുറവ് ഇവിടെ കണക്കാക്കി അല്ലെ? എങ്ങനെയാ കണക്കാക്കിയത്? ഇതിനെ എയറിലുള്ള ഭാരം എടുത്തു, ലിക്വിഡിലുള്ള ഭാരം എടുത്തു. ഇനി ഞാൻ 2-3 എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് വെള്ളത്തിനടിയിൽ വെച്ച് ബക്കറ്റിനും തൊട്ടിക്കും അല്ലെങ്കിൽ തൊട്ടിക്കും പിന്നെ വെള്ളത്തിനും ഭാരക്കുറവ് അനുഭവപ്പെടും. 1. 2, നിങ്ങൾ ഹൈഡ്രജൻ ബലൂൺ മുകളിലോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഇവൻ മേപ്പോട്ട് പോണേ? ഇവൻ സൈഡിലോട്ട് പോയാൽ പോരെ? ഇവന് വലത്തോട്ട് പോയാൽ പോരെ? ഇവൻ ഇടത്തോട്ട് പോയാൽ പോരെ? എന്തുകൊണ്ടാണ് ഇവൻ മേലോട്ട് പോകുന്നത്? അതിന് കാരണം ഞാൻ പറഞ്ഞു, ലിക്വിഡിന്റെ കേസ് പറഞ്ഞാൽ ഗ്യാസസിനും അത് അപ്ലൈ ആണ്. ദ്രാവകത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് വാതകത്തിനും ആപ്ലിക്കബിൾ ആണ്. വാതകത്തിനും അവൻ പിന്നെ ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബലൂൺ പോകുന്നത് വായുവിൽ കൂടിയാണ്, ശരിയല്ലേ? അപ്പൊ വായു കൂടെ പോകുമ്പോഴത്തേക്ക് മുകളിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് മുകളിലേക്ക് എന്ത് അനുഭവപ്പെടും? ഒരു ബലം അനുഭവപ്പെടും, ഒരു ഫോഴ്സ് അനുഭവപ്പെടും. 2ാമത്തെ എക്സാമ്പിൾ അതാണ്. 3, വെള്ളത്തിനടിയിൽ വെച്ച് നിങ്ങൾ ഏതൊരു വസ്തുവിനെ ഉയർത്താൻ ശ്രമിച്ചാലും അവിടെ ഭാരക്കുറവ് അനുഭവപ്പെടും. വെള്ളത്തിനടിയിൽ വെച്ച് ഏതൊരു വസ്തുവിനെ നിങ്ങൾ ഉയർത്താൻ ശ്രമിച്ചാലും ഭാരക്കുറവ് അനുഭവപ്പെടും. ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സാമ്പിൾ. That wonderful phenomena is due to buoyancy actually. Okay, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, ബോയൻസി എന്താണെന്ന് പറഞ്ഞു, ഒരു ജലത്തിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. നമുക്കിനി ഈ പ്ലവക്ഷമ ബലത്തിന്റെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, ചില പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആണ്, ക്വൈറ്റ് സിമ്പിൾ. ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വർഷങ്ങളായി നമുക്ക് ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റാസിൽ നിന്ന്, താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് പ്ലവക്ഷമ ബലം കണക്കാക്കുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് വസ്തുവിന്റെ വായുവിലുള്ള ഭാരം കണക്കാക്കുക, അല്ലെങ്കിൽ ജലത്തിലുള്ള ഭാരം കണക്കാക്കുക എന്ന് പറഞ്ഞ് സ്ഥിരമായി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ വരച്ചു. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഒരു ടേബിൾ കിടപ്പുണ്ട്, അതേ ടേബിൾ തന്നെ വരയ്ക്കുകയാണ്. വാല്യൂസിൽ വ്യത്യാസം വരും, കാര്യം എന്റെ ഒരു ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വാല്യൂസിൽ വ്യത്യാസം വരും. പക്ഷേ സെയിം ഒരു ടേബിൾ ഞാൻ വരച്ചിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയ ടേബിൾ വരയ്ക്കാം. ചെറിയ ടേബിൾ വരച്ചിട്ട് ഈ ബോർഡ് മൊത്തത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ടേബിൾ ഇങ്ങനെയാണ്. ടേബിളിനകത്തേക്ക് സാധാരണയായിട്ട് തന്നിരിക്കുന്നത് നമ്മൾ പഠിച്ചതിൽ 3 കാര്യങ്ങളാണുള്ളത് പ്രധാനമായിട്ടും. എന്തൊക്കെയാ ഉള്ളത് എന്ന് പറഞ്ഞേ. യെസ്, കുഞ്ഞൊരു ടേബിളാണ്, വലിയ ആഡംബരം ഒന്നും ഇല്ലാത്ത വളരെ പാവപ്പെട്ട ഒരു ടേബിളാണ്. നോക്കിക്കോളാം. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു തന്നിരിക്കും. വസ്തു കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒബ്ജക്റ്റ്. ഇവിടെ ഏതെങ്കിലും ഒരു വസ്തു അഥവാ ഒബ്ജക്റ്റ് തന്നിരിക്കും. ഒബ്ജക്റ്റ് തന്നിട്ട് അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കല്ലാണ്. കല്ല്, ഇംഗ്ലീഷിൽ അതിനെ സ്റ്റോൺ എന്ന് വിളിക്കും. രണ്ടാമത് വരുന്നത് ഒരു വുഡാണ്, തടിയാണ്, തടി. മൂന്നാമത് തന്നിരുന്നത് എനിത്തിങ് എൽസ് ലൈക്ക് മാർബിൾ.
അപ്പോ മാർബിള് തന്നിരിക്കുന്നു. മാർബിൾ ഈ ഓരോ വസ്തുക്കളെയും ഞാൻ ദ്രാവകത്തിലും ഇട്ട് നോക്കുന്നു, വെളിയിലും വെച്ച് നോക്കുന്നു, ഭാരം കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വസ്തുവിന്റെ വായുവിലെ ഭാരം കിട്ടും, അഥവാ വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ. വസ്തുവിന്റെ വായുവിലെ ഭാരം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് അവിടെ അത്രയും കൊള്ളാത്തതാണ് ഞാൻ എഴുതിയത്. രണ്ടാമത്തത് വസ്തുവിന്റെ ദ്രാവകത്തിലെ ഭാരം, വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ ലിക്വിഡ്. ഏറ്റവും അവസാനം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഭാരക്കുറവ് അഥവാ വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസ് അഥവാ ഭാരക്കുറവ് പച്ച മലയാളത്തിൽ നമുക്ക് അവനെ എന്ത് വിളിക്കാം? പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അവന് മറ്റൊരു പേര് പറ, ബോയൻസി. BUOYANCY. ശ്രദ്ധിച്ചോണേ, ഈ സ്പെല്ലിംഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മറന്നു. നിങ്ങൾ പിന്നെ പരീക്ഷാ പേപ്പറിനകത്ത് മിക്കവാറും കൂട്ടക്ഷരത്തിലാണ് ഇതൊക്കെ എഴുതാറുള്ളത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത സ്പെല്ലിങ്ങുകളെല്ലാം കൂട്ടക്ഷരമാണല്ലോ. അപ്പൊ ആ കൂട്ടക്ഷരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞത്. ദയവ് ചെയ്ത് അറിഞ്ഞുകൂടാത്ത സ്പെല്ലിംഗുകൾ തെക്ക് വടക്കന മറ്റേ പിന്നെ മെഡിക്കൽ സ്റ്റോറി കൊണ്ട് കാണിച്ചിട്ട് വായിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് കൃത്യമായി സ്പെല്ലിംഗ് പഠിച്ചു തന്നെ എഴുതുക. ബോയൻസി, BUOYANCY, ബോയൻസി. ഓക്കെ, അപ്പോ ഭാരക്കുറവ് ഇതാണ് നമുക്ക് തരാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കോളം നമുക്ക് ബ്ലാങ്ക് ആയിട്ട് തന്നിട്ട് മറ്റേ കണ്ടുപിടിക്കാൻ പറയും. ഉദാഹരണത്തിന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ഭാരം എന്ന് പറയുന്നത് താഴേക്ക് അനുഭവപ്പെടുന്ന ബലമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് ബലമാണെന്നുള്ള കാര്യം പറഞ്ഞ ഈ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞാൽ, അപ്പൊ തന്നിരിക്കുന്ന യൂണിറ്റുകളെല്ലാം ന്യൂട്രൽ ആയിരിക്കും. കാരണം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഭൂമി കൊടുക്കുന്ന ബലമാണ്. അത് കാരണമാണ് വസ്തുവിന് വെയിറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ന്യൂട്ടണിലായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു 10 ന്യൂട്ടൺ, ഇവിടെ ഒരു എന്തായാലും വായുവിലെ ഭാരം കൂടുതലായിരിക്കും, വെള്ളത്തിലാണ് ഭാരത്തിന് കുറവുണ്ടാവുന്നത്. ഇവിടെ ഒരു 8 ന്യൂട്ടൺ, ഇവിടെ ന്യൂട്ടൺ ക്വസ്റ്റ്യൻ മാർക്ക് ഡാഷ്, ഇവിടെ ഒരു 18 ന്യൂട്ടൺ, ഇവിടെ ഒരു ഡാഷ്, ഇവിടെ ഒരു 3 ന്യൂട്ടൺ. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡാഷ്, ഇവിടെ ഒരു 20 ന്യൂട്ടൺ, ഇവിടെ ഒരു 5 ന്യൂട്ടൺ. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാം, വളരെ എളുപ്പമാണ്. ഇത് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം എന്താ? നമുക്കറിയാം ഭാരക്കുറവ് കണക്കാക്കാൻ. നമുക്കറിയാം ഭാരക്കുറവ് അഥവാ ബോയൻസി, BOYANCY. ബോയൻസി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് എ ബോഡി അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ വാട്ടർ അല്ലെങ്കിൽ ഇൻ ലിക്വിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാത് ഭാരക്കുറവാണ്. നമുക്ക് ഈ കോളത്തിലെ ഭാരക്കുറവാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മൈനസ് 8. 10 മൈനസ് 8 എടുക്കാൻ എന്ത് ചെയ്താൽ 10 വിരൽ എടുക്കുക, ബാക്കി 8 മടക്കുക. ബാക്കി വരുന്നത് എത്രയാണ്? 2 ആയിരിക്കും വരുന്നത്. 2 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ഉത്തരം. 2 ന്യൂട്ടൺ. വളരെ എളുപ്പമാണ്, കുറച്ച് എഴുതിയാൽ മതി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരക്കുറവ് എന്ന് പറയുമ്പോൾ ഇത് 2 കുറച്ച് എഴുതിയാൽ മതി. പ്രശ്നം വരുന്നത് ഈ 2 സെക്ഷനിലാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഈ 2 സെക്ഷനിലാണ്. ഇത് നമ്മൾ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ കല്ലിന്റെ കാര്യം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തടിയുടെ കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് കല്ലിന് വെള്ളത്തിൽ കൊടുത്ത പിന്നെ ബലം കുറവും തടി അതിനേക്കാൾ ബലം വെള്ളത്തിൽ കൊടുക്കുന്നുണ്ടോ സാറേ ചോദിച്ചാൽ, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാനിവിടെ എടുത്തിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് ഞാൻ സാങ്കല്പികമായി എഴുതിയ സംഖ്യകളാണ്, ഒരിക്കലും യഥാർത്ഥത്തിലുള്ള സംഖ്യകളല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് അളന്നത് സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സ്പ്രിംഗ് ത്രാസിന്റെ ഇംഗ്ലീഷ് സ്പ്രിംഗ് ബാലൻസ് എന്നാണ്. ഞാൻ ത്രാസ് എന്നായിരിക്കും നേരത്തെ എഴുതിയത്. ത്രാസ് എന്നല്ല, അതിന്റെ ഇംഗ്ലീഷ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് എന്ന് ഇംഗ്ലീഷിലും സ്പ്രിംഗ് ത്രാസ് എന്ന് മലയാളത്തിലും പറയും കേട്ടോ. അപ്പൊ ഞാൻ എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് ഓർത്തുകൊള്ളാം. പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ കണക്കാക്കാം? ഇത് ഒരുപാട് വലുതായതുകൊണ്ട് ഞാൻ ഇവനെ എഴുതാൻ ഒരു ബുദ്ധിമുട്ടായുണ്ട്. ഞാൻ ഈ ബോയിന്റ് ഫോഴ്സിനെ അല്ലെങ്കിൽ ബോയൻസി FB എന്ന് വിളിക്കുകയാണ്. വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയറിനെ WA എന്ന് വിളിക്കുകയാണ്.
വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡിനെ WB എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ബോയൻസി ഇക്വേഷൻ ഇപ്പൊ ഇങ്ങനെ. കാര്യം എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ ഇത് മൊത്തം എഴുതാൻ നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വലുതായിട്ട് എഴുതാണ്ടെങ്കിൽ നമ്മൾ മാത്സിൽ അതിനെ ചെറുതായിട്ട് ചുരുക്കി എഴുതും. ഞാനിവിടെ എന്റെ കൺവീനിയൻസിന് വേണ്ടി, എന്റെ സൗകര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോ FB ബോയൻസി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡ്, വസ്തുവിന്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിന്റെ ജലത്തിലെ ഭാരം WA മൈനസ് WB എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതൊന്നിന്റെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം എന്താണ്? രണ്ടാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? WA തന്നിട്ടുണ്ട്. എത്രയാണ്? 18 ന്യൂട്ടൺ. WB തന്നിട്ടുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ മാർക്ക്. FB തന്നിട്ടുണ്ട്, ബോയിന്റ് ഫോഴ്സ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? അത് 3 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമുക്കറിയാം, ഇക്വേഷൻ കൊണ്ട് എഴുതാം. We know that FB is equal to WA minus WB. ഇത് എവിടെ എഴുതിയിരിക്കുന്നു? താഴെ എഴുതിയിരിക്കുന്നു. ഇത് എടുത്ത് താഴോട്ട് എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക, ഇതിനെ അപ്പുറത്ത് കൊണ്ടുവരിക. അതാണ് ചെയ്യേണ്ട മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? WB is equal to WA minus FB. That is equal to 18 minus 3. That is equal to 15 ന്യൂട്ടൺ. മൂന്നാമത്തെ ഞാൻ ഇതിനൊക്കെ വളരെ എളുപ്പത്തിന് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ WA തന്നിട്ടില്ല, WB തന്നിട്ടുണ്ട് 20 ന്യൂട്ടൺ, FB തന്നിട്ടുണ്ട്. We know that FB is equal to WA minus WB. നമുക്ക് വേണ്ടത് WA ആണ്. അപ്പൊ ഇവനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. WA is equal to FB plus WB. കാര്യം ഇവിടെ ചിഹ്നം മൈനസ് ആണ്, ഇപ്പുറത്ത് വരാൻ പ്ലസ് ആവും. അതുകൊണ്ട് FB മൈനസ്. അതങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 20 plus 5 is equal to 25 ന്യൂട്ടൺ. ഇവിടെ കുറച്ച് പേർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. സാർ, ഇത് ചെയ്തതിൽ എനിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാവുന്നല്ലോ. ക്വൈറ്റ് സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ ലോജിക്ക്. കാരണം ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ അധികം സ്റ്റെപ്പുകൾ എഴുതിയില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. സ്റ്റെപ്പ് എഴുതാൻ അറിയാവുന്നവർ കൃത്യമായി എഴുതുക. സ്റ്റെപ്പ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. എടാ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇതില് ഏത് കോളത്തിലുള്ള ഭാരമായിരിക്കും കൂടുതൽ? ഇവിടുത്തെ ഭാരം കൂടുതൽ, അതിനേക്കാൾ കുറവുകൂടാ. കാര്യം വെള്ളത്തിനകത്ത് ഭാരം കുറവായിരിക്കും. ഇത് വളരെ ചെറിയൊരു സംഖ്യ ആയിരിക്കും, കാര്യം അത് ഭാരം കുറവാണ്. ഈ കോളം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാം. എങ്ങനെ? ഇത് രണ്ടുകൂടെ കുറച്ചാൽ മതി. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പക്ഷെ ഈ 2 കോളങ്ങൾ കണ്ടുപിടിക്കാൻ വേണം കൺഫ്യൂഷൻ. അതിന് ചെയ്യേണ്ട കാര്യം, ഈ കോളമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ കിട്ടുന്ന വാല്യൂ ഇതിനേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ശരിയല്ലയോ? ഇതിനേക്കാൾ ചെറിയൊരു ഉത്തരമായിരിക്കില്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിനേക്കാൾ ചെറിയ ഉത്തരം ഇവിടെ കിട്ടണമെങ്കിൽ ഞാൻ ഇതിലൂടെ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യാനുള്ളത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇതിനേക്കാൾ ചെറിയൊരു വാല്യൂ ഇവിടെ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ കുറയ്ക്കണം. സബ്ട്രാക്ട് കുറച്ച് എഴുതിയാൽ മതിയാണ്, സിമ്പിൾ ആയിട്ട്. ഇനി ഇവിടുത്തെ വാല്യൂ കൂടുതൽ, ഇവിടുത്തെ വാല്യൂ കുറവാണ്. അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ വാല്യൂ കൂടുതൽ കിട്ടണം ഇവന്മാരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ടാണ് കൂട്ടി കൊടുക്കുക. അപ്പൊ അങ്ങനെ പഠിച്ചാലും മതി. പഠിക്കാൻ പറ്റുന്നവരിങ്ങനെ പഠിക്കുക. സിമ്പിൾ മാത്സ് ആണ്. എക്സും വൈയും ഇസഡും വെച്ച് അമ്മാനം ആടുന്ന നിങ്ങളെ കണക്കുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് കൃത്യമായി റെഫർ ചെയ്യുക. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാവാത്തവർ തീർച്ചയായും നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ അറിയിക്കുക. ക്ലാസ് ടീച്ചർ എന്നെ അറിയിക്കും. ഞാനത് കൃത്യമായിട്ട് അത്തരത്തിലുള്ളവർക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും തീർച്ചയായും. ഓക്കെ, നിങ്ങൾക്ക് സാധാരണ മാത്സിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. പ്രോബ്ലംസ് ലോജിക് അപ്ലൈ ചെയ്ത് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു സോൾവ് ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എന്താണ് അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മലയാളത്തില് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് കിടക്കാം. എന്താണ് മക്കളെ ഈ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
എന്താണ് ഈ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അഥവാ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് മാറ്റം സംഭവിക്കുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് വ്യതിയാനം സംഭവിക്കുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദിസ് ഫിനോമിന, വിച്ച് ഫിനോമിന, അവർ ബോയൻസി, നമ്മുടെ ബോയൻസിയെ, ഭാരക്കുറവിനെ ഏതൊക്കെ കാരണങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനു മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനൊരു ക്ലാരിറ്റി വരും. നോക്കിക്കോണം, ഈ ഇൻഫ്ലുവൻസ് പറയുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഒരു ഫിഗർ തന്നിട്ട് ആ ഫിഗറിനകത്ത് ഒരു 3 പൊസിഷൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ പൊസിഷൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ വെള്ളത്തിലേക്ക് ഇടുന്ന ഒരു കാര്യമാണ്. വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്ക് ആദ്യം മുകളിൽ കിടന്നു, പിന്നെ അവൻ താഴെ വന്നു, പിന്നെ അവൻ ഏറ്റവും താഴെ പോയി എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. 3 പൊസിഷനും എ ബി സി എന്ന ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇതിനകത്തിരിക്കുന്ന വസ്തുവിന് 2 തരത്തിലുള്ള ബലം അനുഭവപ്പെടുന്നു, 2 തരത്തിലുള്ള ഫോഴ്സ് അനുഭവപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണത്. ഒന്ന് ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ബോയൻസി. 2 കാര്യങ്ങൾ നമുക്കറിയാം. എന്റെ ചോദ്യം, ഈ ഓരോ പോയിന്റിലും, ഈ ഓരോ സ്ഥാനങ്ങളിലും വസ്തുവിന് അനുഭവപ്പെടുന്ന ബലം കൂടുതൽ ഏതാണ്, കുറവ് ഏതാണ്? 2 ബലങ്ങളാണ് അനുഭവപ്പെടുന്നത്, ഡൗൺവേർഡ് ഫോഴ്സ് ഗ്രാവിറ്റി, അപ്വേർഡ് ഫോഴ്സ് ബോയൻസി. ഗ്രാവിറ്റിയും ബോയൻസി. ഇതില് ഗ്രാവിറ്റി കൂടുതൽ എവിടെയാണ്, ബോയൻസി കുറവ് എവിടെയാണ്, ബോയൻസി കൂടുതൽ എവിടെയാണ്, ഗ്രാവിറ്റി കുറവ് എവിടെയാണ്, ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുകയാണ്. ഈ സി എന്ന് പറയുന്ന പൊസിഷൻ നിങ്ങൾ നമുക്ക് പരിശോധിച്ചേ. ഈ സിയിൽ ഈ പറയുന്ന വസ്തു ഏറ്റവും താഴെയാണ് കിടക്കുന്നത്, ഏറ്റവും താഴെ, ഏറ്റവും അടിയിലായിട്ടാണ് കിടക്കുന്നത്, ശരിയല്ലയോ? അടിയിൽ കിടക്കണമെങ്കിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം കൂടണ്ടേടാ. ഒരു സാധനത്തിനെ താഴേക്ക് പിടിച്ച് വലിക്കുമ്പോഴല്ലേ അത് ഏറ്റവും താഴെ പോകുന്നത്. അപ്പൊ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം ഏതാ? അവിടെ ഗ്രാവിറ്റേഷൻ അഥവാ ഭൂഗുരുത്വാകർഷണമാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ കൂടുതലായിരിക്കും ആരെക്കാളും. സി എന്ന് പറയുന്ന പൊസിഷനിൽ ഗ്രാവിറ്റേഷൻ കൂടുതലായിരിക്കും ആരെക്കാട്ടിലും, ബോയൻസിയെ കാട്ടിലും. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം, ബോയൻസി എന്ന് പറഞ്ഞാൽ പ്ലവക്ഷമ ബലം. അപ്പൊ 3ാമത്തെ കണ്ടീഷനിൽ ഇതാണ് സംഭവം. ഏറ്റവും മുകളിലോ, വസ്തു ഏറ്റവും മുകളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലത്തേക്കാൾ കൂടുതൽ മുകളിലേക്ക് ബലം അനുഭവപ്പെടണം, ശരിയല്ലോടാ? ഒരു സാധനം മുകളിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ അതിനെ തള്ളി മുകളിലോട്ട് വെച്ചാലേ പറ്റും. അങ്ങനെയാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് അനുഭവപ്പെടുന്ന ബലം കൂടുതലായിരിക്കും. ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് അനുഭവപ്പെടുന്ന ബലം ഏതാണ്? സിംപ്ലി ഇറ്റ്സ് ബോയൻസി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടുതൽ ആരാണ്? ഇവിടെ ബോയൻസി കൂടുതൽ. ആരെക്കാളും? ഗ്രാവിറ്റേഷനെക്കാളും. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, ഈ ബോയൻസി കൂടിക്കഴിഞ്ഞാൽ വസ്തുക്കൾ പൊങ്ങിക്കിടക്കും. കണ്ടോ? ബോയൻസി കൂടുതലാണെങ്കിൽ വസ്തുക്കൾ പൊങ്ങിക്കിടക്കും. ഇപ്പൊ മനസ്സിലായില്ലേ വസ്തുക്കൾ എങ്ങനെയാണ് പൊങ്ങി വരുന്നത്? ബിക്കോസ് ദ ബോയിന്റ് ഫോഴ്സ് ഇസ് മാക്സിമം ഓൺ ദാറ്റ് ഒബ്ജക്ട്. While a body experiencing this maximum buoyancy, it floats അല്ലെങ്കിൽ it sinks in the water surface, or the surface of the liquid, or the surface of the fluid. Okay. അപ്പോ ബോയൻസി എന്ന് പറഞ്ഞാൽ പ്ലവക്ഷമ ബലം, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ ഈ ഫോഴ്സുകൾ എങ്ങനെയായിരിക്കും? ഇത് നിങ്ങളുടെ ഒരു വർക്കാണ്. കുറച്ച് ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു വർക്കാണ്, നിങ്ങൾ വർക്കായിട്ട് ചെയ്യുക. ഈ ബിയിൽ എങ്ങനെയായിരിക്കും ഈ 2 ബലങ്ങൾ കണ്ടുപിടിക്കുക? ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ബോയൻസി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വസ്തു പൊങ്ങിക്കിടക്കും, ബോയൻസി കുറവാണ് അഥവാ ഗ്രാവിറ്റേഷൻ കൂടുതലാണെങ്കിൽ ഒരു വസ്തു താന്നു പോകും. അത് നിങ്ങൾക്ക് മനസ്സിലായി, സിമ്പിൾ ആയി. ഇനി നമുക്ക് ഈ ഒരു ഫാക്ടേഴ്സ് അഫക്റ്റിംഗിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗിലേക്ക് തിരിച്ചു വരാം. എന്റെ കൈവശം 2 സാധനങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗിലേക്ക് തിരിച്ചു വരാം. എന്റെ കയ്യിൽ 2 വസ്തുക്കളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് 1 കിലോ ഇരുമ്പാണ്. രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് 1 കിലോ തെർമോകോളാണ്. അപ്പോ ആദ്യത്തെ വസ്തു 1 കിലോ ഇരുമ്പ്, രണ്ടാമത്തെ വസ്തു 1 കിലോ തെർമോകോൾ. നിങ്ങൾ തെർമോകോൾ കണ്ടിട്ടുള്ളവർ അറിയാൻ പറ്റും. നമ്മുടെ ഈ ഫ്രിഡ്ജൊക്കെ വെക്കുന്ന കവറിനകത്തിരിക്കുന്ന സാധനമാണ് തെർമോകോൾ. 1 കിലോ ഇരുമ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ സൈസ് ഉള്ളതായിരിക്കും, ശരിയല്ലയോ? നമ്മള് കടയിൽ പോകുമ്പോൾ നമ്മൾ ത്രാസും പടിയും കണ്ടിട്ടുള്ളവരിൽ അതിലെ പടി 1 കിലോയുടെ പടി വളരെ ചെറുതായിരിക്കും, മിനിമൽ ഇൻ സൈസ്, വളരെ ചെറിയൊരു സൈസ് ആയിരിക്കും. അതേസമയം ഞാൻ 1 കിലോ സ്പോഞ്ച് എടുക്കണമെങ്കിൽ അതിന്റെ സൈസ്, അതിന്റെ വോളിയം
മൈറ്റ് ബി ട്രെമൻഡസ് സൈസ്, മൈറ്റ് ബി എ ലാർജ് സ്കെയിൽ, അല്ലെങ്കിൽ വളരെ വലിപ്പമുള്ളതായിരിക്കും അത്, ശരിയല്ലേ? അപ്പോ വളരെ ചെറിയൊരു ഇരുമ്പ് കഷ്ണവും 1 കിലോയുള്ളത് അതേ 1 കിലോ ഉള്ള തെർമോകോളും ഞാൻ എടുക്കുകയാണ്. വലിപ്പത്തിലുള്ള വ്യത്യാസം അഥവാ വലിപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയം അഥവാ വ്യാപ്തത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ്യാപ്തത്തിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കും. ഇവിടെ വ്യാപ്തം കുറവായിരിക്കും, ഇവിടെ വ്യാപ്തം കൂടുതലായിരിക്കും. ഈ രണ്ട് സാധനങ്ങളെയും ഞാൻ എടുത്ത് വെള്ളത്തിനകത്തേക്ക് ഇടുകയാണ്. ഇമാജിൻ, നിങ്ങൾ ചിന്തിക്കുക, ഇതിൽ ഏത് വസ്തു താഴേക്ക് പോകും, ഏത് വസ്തു പൊങ്ങിക്കിടക്കും? തീർച്ചയായും ഇവൻ താന്നു പോകും, ഇവൻ പൊങ്ങിക്കിടക്കും. Why? Because the volume of this sponge is very large. കാരണം ഈ പറയുന്ന സ്പോഞ്ചിന്റെ വലിപ്പം വളരെ കൂടുതലായിരുന്നു കമ്പയറിംഗ് ടു 1 kilogram of iron. 1 kilogram of iron, 1 kilogram അയണിനെ വെച്ച് ഈ പറയുന്ന സ്പോഞ്ചിന്റെ വലിപ്പം വളരെ കൂടുതലായിരുന്നു, ശരിയല്ലേ? അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? When the volume increases, വ്യാപ്തം കൂടുകയാണെങ്കിൽ പൊങ്ങിക്കിടക്കാനുള്ള ടെൻഡൻസി അഥവാ ബോയൻസി ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും, അഥവാ പ്ലവക്ഷമ ബലവും കൂടും. പ്ലവക്ഷമ ബലം കൂടും. ഇതിന് വ്യാപ്തം കുറവായിരുന്നു, അതുകൊണ്ട് പ്ലവക്ഷമ ബലം കുറഞ്ഞു, വസ്തു താഴ്ന്നുപോയി. അപ്പൊ ഒന്നാമതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ്. വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ്, നമ്മളെടുത്ത സബ്സ്റ്റൻസിന്റെ വ്യാപ്തം, വസ്തുവിന്റെ വ്യാപ്തം. ശ്രദ്ധിക്കുക, എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വസ്തുവിന്റെ വ്യാപ്തം എന്നാണ് ഞാൻ പറഞ്ഞത്. വസ്തുവിന്റെ വ്യാപ്തം. ഞാൻ എഴുതിയ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ എഴുതിയത് വസ്തുവിന്റെ വ്യാപ്തം എന്നാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വസ്തുവിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ്. വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബോയിൻസിന്റെ കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പെരിമെന്റ് ഉണ്ട്. അതായത് ഉപ്പുവെള്ളത്തിലും പച്ചവെള്ളത്തിലും മുട്ട എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏതിലാണ് പൊങ്ങിക്കിടക്കുന്നത്, ഏതിലാണ് താഴ്ന്നു പോകുന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മക്കളെ, ഏതിലാണ് പൊങ്ങിക്കിടക്കുന്നത്? ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, പച്ചവെള്ളത്തിൽ താഴ്ന്നു പോകും. വെരി 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 സിമ്പിൾ എക്സ്പെരിമെന്റ്, റൈറ്റ്? വളരെ എളുപ്പമുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയേണ്ടി വന്നേ. ഇവിടെ എന്ത് ഫാക്ടർ ആണ് ഈ പൊങ്ങിക്കിടക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തത്? ഉപ്പുവെള്ളത്തിന്റെ എന്ത് കൂടുതലായിരുന്നു? കഴിഞ്ഞ വർഷം നമ്മളൊരു വാക്ക് പഠിച്ചായിരുന്നു, ആർക്കെങ്കിലും ഓർത്ത് പറയാമോ? യെസ്, അതിന്റെ ഡെൻസിറ്റി കൂടുതലായിരുന്നു. അതിന്റെ ഡെൻസിറ്റി കൂടുതലായിരുന്നു. ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലായിട്ട് പൊങ്ങിക്കിടന്നു. പൊങ്ങിക്കിടക്കാന്ന് പറയുമ്പോൾ ബോയിൻസ് കൂടുതലായിരിക്കും, ശരിയല്ലേ മക്കളെ? അപ്പോ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ലിക്വിഡിന്റെ ഡെൻസിറ്റി ബോയിൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഥവാ ദ്രാവകത്തിന്റെ സാന്ദ്രത, ദ്രാവകത്തിന്റെ സാന്ദ്രത. ആ പോയിന്റ് ശ്രദ്ധിക്കണം, സാന്ദ്രത. സാന്ദ്രത. When the density increases, buoyant force also increases. എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയ ഒരു ദ്രാവകത്തിൽ ഒരു വസ്തു പൊങ്ങിക്കിടക്കാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അത് ഉയർന്നു വരാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. There are two factors depending the buoyancy. Which are they? The first one is volume of the substance and the second one is density of the liquid. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘടകം വസ്തുവിന്റെ വ്യാപ്തം, രണ്ടാമത്തെ ഘടകം വസ്തുവിന്റെ സാന്ദ്രത. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വസ്തുവിന്റെ വ്യാപ്തം കൂടുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും കൂടും. When the volume of the substance increases, the buoyancy experienced on the bodies also increases. രണ്ടാമത്തെ പോയിന്റ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. When the density increases, density of the liquid increases, the buoyancy also increases. അവിടെ ബോയൻസി എന്ത് ചെയ്യുന്നു? കൂടുന്നതായി കാണാം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടിയാൽ ആ ദ്രാവകത്തിലുള്ള ബോയൻസിയും എന്ത് ചെയ്യുന്നു? കൂടുന്നതായി കാണാം. ഇതാണ് രണ്ട് പോയിന്റുകൾ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോളം തന്നെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതാ?
ഒരു ഇരുമ്പ് കഷ്ണം വെള്ളത്തിലിടുന്നു, അതേ പിന്നെ ഭാരമുള്ളൊരു ഒരു കപ്പൽ വെള്ളത്തിൽ കിടക്കുന്നു, ഇത് പൊങ്ങി കിടന്നിട്ടാന്ന് പോകുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റും. ഇരുമ്പ് കഷ്ണത്തിന്റെ വ്യാപ്തം കുറവാണ്, എന്നാൽ ഈ പറയുന്ന പിന്നെ കപ്പലിന്റെ വ്യാപ്തം വളരെ കൂടുതലാണ്, കപ്പലിന്റെ വോളിയം വളരെ കൂടുതലാണ്. ഡ്യൂ ടു ദിസ് ട്രിമെൻഡസ് വോളിയം, ഡ്യൂ ടു ദിസ് ഹ്യൂജ് വോളിയം, ദ ഷിപ്സ് സിങ്ക് ഓൺ ദ വാട്ടർ. ആ കപ്പൽ വെള്ളത്തിന് മുകളിൽ എന്തു ചെയ്യുന്നു? പൊങ്ങിക്കിടക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് രസകരമായ രണ്ട് കാര്യങ്ങളാണ്. ആക്ച്വലി ഇതിനേക്കാൾ അല്പം കൂടി മനോഹരമായിട്ട് നമുക്ക് ഈ കപ്പൽ പൊങ്ങിക്കിടക്കുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് ആദ്യമായി നമുക്കൊരു ഒരു ഐഡിയ തന്നത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ആർക്കിമിഡീസ് വളരെ കാലം മുൻപ് ജീവിച്ചിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരനാണ് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബോയൻസിയും ഈ പറയുന്ന വസ്തുക്കളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ആദ്യമായി പറഞ്ഞത് ഈ പറയുന്ന ആർക്കിമിഡീസ് ആണ്. പുള്ളിയുടെ പ്രിൻസിപ്പിൾ ആണ് നമുക്കിനി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ആർക്കിമിഡീസിന്റെ തത്വമാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെ. നിങ്ങൾ ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ട് പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും. യുറീക്ക എന്ന് പറയുന്ന ഒരു വാക്കുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ ഒരു കഥ അല്ലെ. എന്താണ് ഈ യുറീക്കയുമായി ബന്ധപ്പെട്ട കഥ? ഈ പറയുന്ന ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു രാജസദസ്സിലെ ഒരു ശാസ്ത്രോപദേശകനായിരുന്നു. അതായത് രാജാവിന് ശാസ്ത്രപരമായ കാര്യങ്ങളിൽ അറിവ് കൊടുക്കുകയും സജഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ആർക്കിമിഡീസ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ ഇരിക്കെ ഈ രാജാക്കന്മാർക്ക് പിന്നെ വില കൂടിയ വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ഒരു പതിവുണ്ട്. അതിന്റെ ഭാഗമായിട്ട് രാജാവ് എന്ത് ചെയ്തു? രാജാവ് ഒരു കിരീടം നിർമ്മിച്ചു. എന്താണ് ആ കിരീടത്തിന്റെ പ്രത്യേകത? അത് പൂർണ്ണമായും തങ്കം കൊണ്ട് നിർമ്മിക്കാനാണ് ആര് പറഞ്ഞിരുന്നത്? നമ്മുടെ രാജാവ് ഈ പറയുന്ന തട്ടാനോട്, ഈ കിരീടം പഠിക്കുന്ന ആളോട് പറഞ്ഞിരുന്നത്. അപ്പൊ കിരീടം ഉണ്ടാക്കി രാജസദസ്സിലെത്തിയപ്പോ രാജാവിനൊരു സംശയം. ഈ പറയുന്ന തട്ടാൻ, ഈ പറയുന്ന സ്വർണം കൊണ്ട് കിരീടം പണിഞ്ഞയാൾ തന്നെ പറ്റിച്ചിട്ടുണ്ടോ എന്ന് രാജാവിനൊരു സംശയം. ആർക്കിമിഡീസിനെ വിളിച്ചു. ആർക്കിമിഡീസിനോട് ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനായ ഒരു മാർഗമുണ്ടോ? അപ്പൊ ആർക്കിമിഡീസ് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഇത് ഉരുക്കി കണ്ടെത്താൻ സാധിക്കും. ഇത് ഉരുക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇതിനകത്ത് ഈ പറയുന്ന സ്വർണ്ണമാണോ, തങ്കമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ലയിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ രാജാവ് പറഞ്ഞു, അത് സാധ്യമായുള്ള കാര്യമല്ല, അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായി സാധിക്കില്ല. ഇതിന് രൂപമാറ്റമോ വകഭേദമോ ഒന്നും വരുത്താതെ ഇതിനകത്ത് പൂർണ്ണമായും സ്വർണ്ണമാണോ തങ്കമാണോ എന്നുള്ള കാര്യം നീ കണ്ടെത്തുക എന്ന് ആർക്കിമിഡീസിനോട് രാജാവ് ഉപദേശിച്ചു. ആർക്കിമിഡീസ് വീട്ടിൽ പോയി ചിന്തിച്ചു. അത്തരത്തിലൊരു ഒരു ഒരു കാര്യത്തെ കുറിച്ച് പുള്ളിക്കൊരു ഒരു അവബോധം ഉണ്ടാക്കാനായി സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുള്ള ഉത്തരം കിട്ടിയതുമില്ല എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഉത്തരം കിട്ടാതെ ആർക്കിമിഡീസ് രാജസദസ്സിലെത്തിയപ്പോൾ രാജാവ് പറഞ്ഞു, രാജകൽപ്പനയാണ്, നീ ഇത് കണ്ടെത്താനുള്ള മാർഗം അടുത്ത ദിവസം കണ്ടെത്തിക്കൊണ്ട് വന്നില്ല എങ്കിൽ നിന്റെ തല വെട്ടിക്കളയുമെന്നാണ് രാജാവ് പറഞ്ഞത്. ആർക്കിമിഡീസിന് ഭയമായി. ആർക്കിമിഡീസ് പേടിച്ചിട്ട് എന്ത് ചെയ്തു? ആർക്കിമിഡീസ് ഇതിനെക്കുറിച്ച് മാത്രമായി ചിന്ത. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ദിവസം പുള്ളിയുടെ വീട്ടിലെ ബാത്ത് ടബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന മറ്റേ വെള്ളം നിറച്ചിട്ട് കയറി കിടന്ന് കുളിക്കുന്ന സാധനമാണ് ഈ ബാത്ത് ടബ് എന്ന് പറയുന്നത്. ഈ ബാത്ത് ടബിൽ പുള്ളിക്കാരൻ കുളിക്കുകയായിരുന്നു. കുളിച്ചപ്പോ പുള്ളിക്കാരൻ ഈ ബാത്ത് ടബ് നിറയെ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കയറി കിടന്നപ്പോ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ അതൊന്ന് ശ്രദ്ധിച്ചു. വീണ്ടും ഇതേണൊക്കെ വെള്ളം പൂർണ്ണമായും നിറച്ചിട്ട് ഇതിനകത്തോട്ട് കയറി കിടന്നു. അപ്പൊ പുള്ളിക്ക് എന്തോ ഒരു കണ്ടെത്താൻ ഒരു മാർഗം കിട്ടി. നമ്മൾ പറയുന്ന പോലെ തലയിൽ ബൾബ് കത്തി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മാർഗം കിട്ടി. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഈ നിന്നിരുന്ന അതേ വേഷത്തിൽ തന്നെ, എങ്ങനെയാണോ അവിടെ നിന്നിരുന്നത് അതേ വേഷത്തിൽ തന്നെ യുറേക്ക ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ സന്നിധിയിലേക്ക് ഓടുകയാണ് ചെയ്തത്. എന്താണ് ആർക്കിമിഡീസ് അവിടെ കണ്ടെത്തിയ കാര്യം? അതാണ് നമുക്ക് പഠിക്കേണ്ടത്.
ആർക്കിമിഡീസ് കിരീടത്തിന്റെ തങ്കവും ഈ പറയുന്ന സാധനവും കണ്ടെത്തിയോ ഇല്ല എന്നുള്ളതല്ല, അത് കണ്ടെത്തുന്നത് എങ്ങനെയാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ ആർക്കിമിഡീസ് അവിടെ എന്താണ് ഒബ്സർവ് ചെയ്തത്, എന്താണ് കണ്ടത് എന്നുള്ള കാര്യം നമുക്ക് വളരെ പ്രധാനമാണ്. അത് നമുക്ക് ചെറിയൊരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാം. നിങ്ങൾ ഒരു ബീക്കറിൽ അല്പം വെള്ളം എടുക്കുക, അല്പം വെള്ളമല്ല, തുളുമ്പ വെള്ളം എടുക്കുക, അതാണ് നല്ലത്. ഏകദേശം ഈ ലെവലിൽ വെള്ളം എടുക്കുക. നിങ്ങൾ ഒരു കല്ല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, ഈ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു വസ്തു, ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, ഞാനിപ്പോ എടുത്ത ഷേപ്പ് ഇതായി പോയി എന്നുള്ളതേ ഉള്ളൂ. ഈ ഷേപ്പിലുള്ള ഒരു വസ്തു എടുത്തിട്ട് സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ച്, സ്പ്രിംഗ് ത്രാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്, ഇതിനകത്ത് റിങ് കാണും, ഇവിടെയാണ് ഇതിനകത്ത് റീഡിങ് കാണിക്കുന്നത്, ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഓക്കെ, സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ച് ഞാൻ ഇതിനെ എയറിൽ വെച്ച് മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ വായുവിൽ വെച്ച് അളക്കുന്നു, ഭാരം അളക്കുന്നു. അതുപോലെ വെള്ളത്തിനകത്ത് വെച്ച് ഭാരം അളക്കുന്നു. ഞാൻ ഈ സാധനത്തിനെ നേരെ വെള്ളത്തിലേക്ക് എടുത്തു വെച്ചാൽ എന്താ സംഭവിക്കുക? ഇതിനകത്തുനിന്ന് വെള്ളം തുളുമ്പി താഴെ പോകും. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ ഇതിനകത്തോട്ട് ഈ പറയുന്ന വസ്തുവിനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം താഴെ പോകും. ഞാൻ ആ വെള്ളത്തിനെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് പിടിച്ചു. ആ വെള്ളത്തിന്റെ ഭാരം കണക്കാക്കി, വെള്ളത്തിന്റെ വെയിറ്റ് കൂടി കണക്കാക്കി, എത്രമാത്രം വെള്ളമാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്. ഈ പുറത്തേക്ക് പോയെന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്ന് വിളിക്കും. ഡിസ്പ്ലേസ്ഡ് വാട്ടർ, ഡിസ്പ്ലേസ്ഡ്. മലയാളത്തിൽ ഇതിനെ ആദേശം ചെയ്ത ജലം എന്ന് പറയും. ആദേശം ചെയ്ത ജലം, ആദേശം ചെയ്ത ജലം. അപ്പോൾ ഇത്തരത്തിൽ പുറത്തുപോയ ജലത്തിനെ ആദേശം ചെയ്ത ജലം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്ത കാര്യം, ഇവനെ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? വായുവിലെ ഭാരം കണ്ടെത്തി, ജലത്തിലെ ഭാരം കണ്ടെത്താൻ വേണ്ടി ജലത്തിലോട്ട് ഇറക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് ജലം പുറത്തേക്ക് പോയി, അതിന്റെ ഭാരം കണ്ടെത്തി. ഞാൻ വെള്ളത്തിലെ ഭാരവും കണ്ടെത്തി. എനിക്ക് വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും വെച്ച് എന്ത് കണ്ടെത്താനായിട്ട് സാധിക്കും? BOYNCY. എന്താ നമ്മളെ നേരത്തെ പറഞ്ഞില്ലടാ, ബോയൻസി, പ്ലവക്ഷമ ബലം കണക്കാക്കാൻ സാധിക്കും. പ്ലവക്ഷമ ബലം കണക്കാക്കാനായി സാധിക്കും. ശരി. ആർക്കിമിഡീസ് ഇവിടെ കണ്ട ഒരു കാര്യമുണ്ട്, വളരെ രസകരമായ ഒരു കാര്യം. പുള്ളിക്കാരൻ ഈ പ്ലവക്ഷമ ബലം ഈ പറയുന്ന പ്രക്രിയ ഉപയോഗിച്ച് കണ്ടെത്തിയപ്പോൾ, വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും വെച്ച് പ്ലവക്ഷമ ബലം കണക്കാക്കിയപ്പോൾ ശ്രദ്ധിച്ച വളരെ മനോഹരമായ ഒരു കാര്യം, ഈ പ്ലവക്ഷമ ബലം എത്രയാണോ അത്ര തന്നെ വെള്ളമാണ് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തത്. അതായത് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത, ആദേശം ചെയ്ത, പുറത്തേക്ക് പോയ ജലത്തിന്റെ, വെള്ളത്തിന്റെ വെയിറ്റും സെയിം ആണ്. ഇവനും സെയിം ആണ്. അതായത് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അല്ലെങ്കിൽ ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം. അപ്പോ എന്തൊക്കെയാണ് തുല്യമായത്? ഈ പുറത്തുപോയ വെള്ളത്തിന്റെ ഭാരവും ഈ പറഞ്ഞ ഞാൻ കണ്ടെത്തിയ ബോയൻസിയും എന്തായിരുന്നു? സെയിം ആയിരുന്നു, സിമിലർ ആയിരുന്നു എന്നാണ് ആർക്കിമിഡീസ് കണ്ടെത്തിയത്. ഈ തത്വത്തെ ആർക്കിമിഡീസ് വിളിച്ച പേരാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അഥവാ ആർക്കിമിഡീസ് തത്വം. വാട്ട് യു മീൻ ബൈ ദിസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. ഒരു വസ്തുവിന്റെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അഥവാ ബോയൻസി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ബട്ട് ദ കണ്ടീഷൻ ഈസ്, ഈ വസ്തു ഒരു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, when a body is fully or partially immersed in a liquid, when a body is fully or partially immersed in a liquid, the buoyancy experienced on the body is equal to the weight of the water displaced by it. അപ്പോ എന്താണ് പറഞ്ഞത്? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ, എന്താണ് പറഞ്ഞത്? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ എവിടെ മുങ്ങിയിരിക്കുകയാണെങ്കിൽ, ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കാൾഡ്, ഈ തത്വത്തെ വിളിച്ച പേരാണെന്ത്? ആർക്കിമിഡീസ് തത്വം. ഈ തത്വത്തെ വിളിച്ച പേരാണ് ആർക്കിമിഡീസ് തത്വം. തത്വം മനസ്സിലായല്ലോ? ഈ ഒരു തത്വം വെച്ചിട്ടാണ് പുള്ളിക്കാരൻ കിരീടത്തിന്റെ ഭാരം കണ്ടെത്തിയത്. എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് കണ്ടെത്താനായി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ആരെങ്കിലും കണ്ടെത്തിയാൽ അത് എന്നെ അറിയിക്കുക. ഓക്കെ, ക്ലാസ് ടീച്ചറിനെയോ എന്നെ അറിയിക്കുക. ഇറ്റ്സ് ജസ്റ്റ് എ വർക്ക്.
not a compulsory work, but if you are interested in this topic, you need to find out and inform me whether you find or not. Okay, ശരി. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിൽ നിന്ന് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തില്ലേ? അതേ പ്രോബ്ലം ഇവിടെ ചോദിക്കും. അതെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, ആ കോളത്തിൽ ഒരു കോളം കൂടെ എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ച ആ കോളത്തിനകത്ത് ഒരു കോളം കൂടി ഇവിടെ എക്സ്ട്രാ വരും. ഏതായിരിക്കും ആ കോളം? ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം. ശരിയാണ്, വളരെ ശരിയാണ്. ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇതിനകത്ത് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരും എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ അതെങ്ങനെയാണെന്ന് കണ്ടെത്തുന്നത്? പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന 9ാം ക്ലാസ്സിന്റെ പരീക്ഷകൾക്ക് സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ചോദിക്കും, ഈ ചോദ്യം ചോദിക്കും. നേരത്തെ പറഞ്ഞ ചോദ്യം 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് 4 മാർക്കിന് ചോദിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ഇൻ ദ ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ദ്രവബലതന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. കാരണം ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ടെത്തിയതാണ്. നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ടിലൊന്നല്ല കണ്ടെത്തിയത്, ഒരുപാട് നാളുകൾക്ക് മുൻപ് കണ്ടെത്തിയത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടാണ്. എന്താണ് ഇതിന്റെ പ്രോബ്ലം എന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. നേരത്തെ വരച്ചതുപോലെ കോളങ്ങൾ ഉണ്ടാകും. നേരത്തെ വരച്ച ആ കോളങ്ങളിൽ ഒരു കോളം അഡീഷണൽ ആയിട്ട് കാണും. നേരത്തെ വരച്ച കോളത്തിൽ ആദ്യം നമ്മൾ വസ്തുവിന്റെ പേരെഴുതി, വായുവിലെ ഭാരം എഴുതി, ജലത്തിലെ ഭാരം എഴുതി, ബോയൻസി എഴുതി. ഇപ്പോൾ ഒരു കോളം കൂടി വരുന്നു, വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. വെരി സിമ്പിൾ. നേരത്തെ പ്രോബ്ലം മനസ്സിലായവർക്ക് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ പ്രോബ്ലം എന്തായിരുന്നു? നേരത്തെ പ്രോബ്ലം നമ്മൾ ഈ 3 കോളങ്ങൾ കണ്ടെത്താനായി പഠിച്ചു, ശരിയല്ലയോ? വളരെ സിമ്പിൾ ആണ്. ഇവിടെ ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് ഈ 2 കോളങ്ങൾ ഈക്വൽ ആയിരിക്കും. ബോയൻസി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അല്ലേ? അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരത്തിന് തുല്യമാണ്. വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം, വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. നേരത്തെ കോളങ്ങളെല്ലാം സെയിം ആണ്. ഒരു കോളം കൂടി അഡീഷണൽ വരും. അത് ഈ കോളത്തിൽ ഏത് വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. സിമ്പിൾ ലോജിക്, സിമ്പിൾ പ്രോബ്ലം. നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ. ആ സാധനങ്ങളെ കൊണ്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇവിടെ ആ സാധനങ്ങളെല്ലാം ഉണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കോളം കൂടി അഡീഷണൽ വരും. ഈ 2 കോളങ്ങൾ തുല്യം. അപ്പൊ പരീക്ഷ ചോദിക്കുകയാണ്, ഈ കോളം തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണ്, ഈ 2 കോളം തന്നിട്ട് ഇത് തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് തമ്മിൽ കുറച്ച് എഴുതുക, അല്ലെങ്കിൽ ഇതേ സാധനം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. കാര്യം ഇത് തമ്മിൽ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ബേസിക്കലി. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേപോലൊരു കോളം കിടപ്പുണ്ട്. ഓക്കെ, യു നീഡ് ടു റെഫർ ദാറ്റ് കോളം ഫസ്റ്റ് ഓഫ് ഓൾ. യു നീഡ് ടു റെഫർ ദാറ്റ് കോളം ആൻഡ് ട്രൈ ടു ആൻസർ ദാറ്റ്. അതാണ് നിങ്ങളുടെ വർക്ക്. നിങ്ങൾ ആ കോളം ആൻസർ കണ്ടെത്താനായി ശ്രമിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഇൻഫോം മീ ത്രൂ യുവർ ക്ലാസ് ടീച്ചർ. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വഴി എന്നെ അറിയിക്കുക. കൃത്യമായിട്ട് നമുക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് സിമ്പിൾ എക്സ്പെരിമെന്റ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ബോയൻസിയുടെ അതേ സാധനമാണ്. ഇപ്പോൾ ഒരു കോളം കൂടി അഡീഷണൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കോളം കൂടി അഡീഷണൽ വരും. ആ അഡീഷണൽ വരുന്ന കോളം പ്രത്യേകിച്ച് ഒരു പരിപാടി അവിടെ ചെയ്യുന്നില്ല. ഈ കോളത്തിൽ എന്ത് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെ ചെയ്യുന്നതാണോ അതായിരിക്കും. പ്രോബ്ലം ഈസ് ക്വൈറ്റ് സിമ്പിൾ. ഓക്കെ, അതോടുകൂടി നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന തത്വവും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഭാഗങ്ങളും ചർച്ച ചെയ്യാം. ഇന്ന് പഠിപ്പിച്ചതൊക്കെ ഏകദേശം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം നമുക്ക് ഈ കോവിഡിനെ നമുക്ക് മറികടന്നേ മതിയാവൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മൊബൈൽ ഫോണിലാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയാം. ആ സമയത്ത് മറ്റു ഡിസ്റ്റർബൻസുകളൊക്കെ ഒഴിവാക്കി കൃത്യമായും ക്ലാസ്സിലേക്ക് തന്നെ ശ്രദ്ധിക്കാനായി ശ്രമിക്കുക. നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഞാൻ ഈ ക്ലാസ്സിന്റെ അവസാനം പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ കൂടി, ഒറ്റ സ്ട്രെച്ചിൽ ഇത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പല 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 ഘട്ടങ്ങളായി ഇതിനെ കാണുക. 10 മിനിറ്റ് ബ്രേക്ക് ഇട്ട് കാണുക. കാര്യം നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്ത് കാണാവുന്നതാണ് എത്ര തവണ വേണമെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ക്ലാസ്സുമായി ബന്ധപ്പെട്ട വർക്ക് ഇതാണ്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്തരത്തിലുള്ള ടേബിൾ നൽകിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വർക്ക്. അപ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ അറിയിക്കുക, ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. അത് ഇതിൽ ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.